കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്ന ഒരു ടിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ സമ്മർ സീസൺ തീരുന്നതിന് മുൻപ് നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സീസണാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. ഒരുപാട് IVF ചെയ്യുന്ന ഡോക്ടേഴ്സ് IVF ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയം സമ്മറാണെന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗിനും അതുപോലെ സ്പോമിനും ഒരുപാട് നമ്മൾ കൊടുക്കുന്ന ബെനഫിറ്റുകൾ ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മളുടെ വിറ്റമിൻ ഡിയുടെ എക്സ്പോഷർ ശരീരത്തിൽ കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു സീസണാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ വിറ്റമിൻ ഡിയുടെ എക്സ്പോഷർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് സൺലൈറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. സൂര്യപ്രകാശം നമുക്ക് പറ്റുന്ന അത്രയും ഒരു ചൂട് നമ്മൾ കൊള്ളുന്നത്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, നമുക്ക് ഒരുപാട് നട്ടച്ച സമയത്തൊന്നും വെയിൽ കൊള്ളാനായിട്ട് സാധിക്കില്ല. എന്നാൽ നേരെ മറിച്ച് നമുക്ക് കൊള്ളാൻ പറ്റുന്ന കുറച്ച് നേരം നമ്മൾ റെഗുലറായിട്ട് വിറ്റമിൻ ഡിയുടെ എക്സ്പോഷർ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ സ്ത്രീക്കും പുരുഷനും ഓവറോൾ നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന മറ്റൊന്നാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപാട് അവരുടെ ഓരോ അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ഓരോ പെർഫോമൻസും ഇൻക്രീസ് ചെയ്യാനായിട്ട്, അതിൻ്റെ മോട്ടിലിറ്റി, അതിൻ്റെ മോർഫോളജി, അതിൻ്റെ സ്ട്രക്ചർ എല്ലാം കൃത്യമായിട്ട് എഫക്റ്റീവായിട്ടും ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് വിറ്റമിൻ ഇ. ഇതിൻ്റെ എക്സ്പോഷർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഇത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആകുമെന്നും നമുക്ക് നോക്കാം കേട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞതിൽ ഏറ്റവും ആദ്യം സ്ത്രീകൾക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകളുടെ മെൻസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. മെൻസ്ട്രേഷൻ പ്രോപ്പറായിട്ട് 21 to 35 ഇടയ്ക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഒരു മാസത്തിൽ 2 തവണ ബ്ലീഡിങ് വരുന്നതും സൈക്കിൾ ലെങ്ത് ഭയങ്കര ഷോർട്ടായി പോകുന്നതും, അതായത് 21 ദിവസത്തിനേക്കാളും കുറവായിട്ട് സൈക്കിൾ പോകുന്നതും നിങ്ങളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലും 35 ദിവസത്തിനേക്കാളും കൂടുതൽ മെൻസ്ട്രേഷൻ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓവുലേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവാണ്. ഓവുലേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ഓവുലേഷൻ ടൈമും ലൂട്ടിയൽ ഫേസും തമ്മിലുള്ള ലെങ്ത്തിന് അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അണ്ടം വളരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. വളർന്നു കഴിഞ്ഞാൽ അത് പൊട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മെൻസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറഗുലർ പീരീഡ്സ് ഉള്ള ആളുകൾക്ക് വിറ്റമിൻ ഇയുടെ ഇൻടേക്ക് വരുന്നത് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും മെൻസ്ട്രേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് എംബ്രിയോ സക്സസ്ഫുൾ ആയിട്ട് ഗ്രോ ആകുന്നത്. എൻഡോമെട്രിയൽ ലൈനിങ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഷെഡായി പോവുകയാണെങ്കിൽ, ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് കാരണമാകുന്നു. എംബ്രിയോ അങ്ങനെ ഷെഡായി പോകുന്നതിനും ലൈനിങ് ഷെഡായി പോയിട്ട് കെമിക്കൽ പ്രഗ്നൻസിയോ ഏർലി സ്റ്റേജിൽ തന്നെ മിസ്കാരേജ് ഉണ്ടാവാനായിട്ടൊക്കെയുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് ട്രാവൽ ചെയ്യുമ്പോഴേക്കും പീരിയഡ്സ് വരുന്നു അല്ലെങ്കിൽ പ്രഗ്നൻസി നഷ്ടമായി പോകുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അത് നമ്മുടെ ശരീരത്തിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങും കുറച്ചും കൂടി ഒന്ന് തിന്നായി പോകുന്നത് കൊണ്ടും അതിൻ്റെ ആ ഒരു പെർഫോമൻസ് കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് PCOD ഉള്ളവർക്ക്, ഓൾറെഡി PCODയും മറ്റു ഹോർമോണൽ ഇംബാലൻസസും ഒക്കെ ഉള്ളവർക്ക്, തൈറോയിഡൊക്കെ ഉള്ളവർക്കൊക്കെ വിറ്റമിൻ ഇയുടെ ഇൻടേക്ക് നല്ലതാണ് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ അമ്നിയോട്ടിക് സാക്ക് റപ്ചർ ആകുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൻ്റെ സമയത്താണെങ്കിലും അതുപോലെ പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയങ്ങളിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്താണെങ്കിലും അമ്നിയോട്ടിക് സാക്കിലാണ് നമ്മുടെ കുഞ്ഞ് സേഫ് ആയിട്ട് കിടക്കുന്നത്. പല ആളുകൾക്കും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് റപ്ചർ ആയിട്ട് പ്രഗ്നൻസി പ്രീടേം ബർത്ത് ഉണ്ടാവുകയും ചിലപ്പോൾ ആ കുഞ്ഞ് സ്റ്റിൽ ബർത്ത് ആയി പോവുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ട് ഫസ്റ്റ് പ്രഗ്നൻസി നഷ്ടമായി പോയിട്ടുള്ളവർക്കും ഇത് വിറ്റമിൻ ഇയുടെ ഇൻടേക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പുരുഷന് എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോൺ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ മാത്രമേ സെമന്റെ പ്രൊഡക്ഷൻ അവിടെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. പുരുഷന്റെ സെക്സ് ഡ്രൈവ് അവിടെ ബൂസ്റ്റ് ആവുകയുള്ളൂ. അവരുടെ കൗണ്ട്, മോട്ടിലിറ്റി, അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ ഒക്കെ നോർമലായിട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിറ്റമിൻ ഇയുടെ ഇൻടേക്കും പ്രോപ്പറായിട്ട് തന്നെ ഉണ്ടാവണം കേട്ടോ. വിറ്റമിൻ ഇ ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഡെയിലി ഡയറ്റിൽ നമുക്കിത് ഉൾപ്പെടുത്താവുന്നവയാണ്. അതിൽ ഓരോന്ന് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ബദാമാണ്. ബദാം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബദാം കുതിർത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ചില ആളുകൾ ബദാം ഡയറക്റ്റ് ആയിട്ട് എടുത്ത് കഴിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അതിൻ്റെ ചിലപ്പോൾ ആ ഒരു തൊണ്ട് പലർക്കും ലൂസ് മോഷൻ ഉണ്ടാകുന്നതിനും സ്റ്റൊമക്ക് അപ്സെറ്റ് ആവുന്നതിനും ഒക്കെ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു 2-3 hours എങ്കിലും നിങ്ങൾ ബദാം നല്ലതുപോലെ സോക്ക് ചെയ്ത്
ചെയ്ത് വെച്ചതിന് ശേഷം, അതായത് കുതിർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ തൊണ്ട് പൊളിച്ച് മാറ്റിയിട്ട് വൈറ്റ് കളറിൽ വരില്ലേ, അവിടെ നിങ്ങൾ കഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മുടെ വിറ്റമിൻ ഇ പോലുള്ള ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ സൺഫ്ലവർ സീഡ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സീഡ് സൈക്ലിംഗ് ചെയ്യാത്തവർക്കും സൺഫ്ലവർ സീഡ് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അതുപോലെ കപ്പലണ്ടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവോക്കാഡോ കുറച്ച് അവോക്കാഡോയും അതുപോലെ കിവിയിലും വിറ്റമിൻ ഇയുടെ കണ്ടന്റ് ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് അവോക്കാഡോയും കിവിയും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക. അതുപോലെ നമ്മളുടെ ഹോൾ ഗ്രെയിൻസിൻ്റെ, അതായത് മുഴുധാന്യങ്ങളുടെ കാറ്റഗറിയിൽ പെടുന്ന കിൻവ, കഴിഞ്ഞ ദിവസം കിൻവേനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കിൻവയിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണെങ്കിലും ഏകദേശം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ഒരു സ്നാക്കായിട്ടോ കിൻവ ഉപയോഗിച്ച് ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത വിറ്റമിൻ ഇ ഉള്ളത് പിസ്തയിലാണ്. പിസ്തയും നല്ലൊരു നട്ട്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഏറ്റവും നല്ലൊരു ഒരു നട്ടാണ് ഈ പിസ്ത എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഓവറോൾ എല്ലാ ഫെർട്ടിലിറ്റി ഇഷ്യൂസും ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്നവയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എള്ള് ഉപയോഗിക്കാവുന്നതാണ്, കാഷ്യൂനട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കറുത്ത മുന്തിരി, ഇതിലെല്ലാത്തിലും വിറ്റമിൻ ഇയുടെ കണ്ടന്റ് ഉണ്ട്. കൂടുതൽ ഐറ്റംസ് അറിയാൻ വേണ്ടിയിട്ട് വിറ്റമിൻ ഇ എന്ന് പറഞ്ഞ് വിറ്റമിൻ ഇ റിച്ച് ഫുഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതിയാക്കും. അതിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നട്ട്സ് കഴിക്കുന്ന സമയത്ത്, അതിപ്പോൾ കാഷ്യൂനട്ട് ആണെങ്കിലും പിസ്ത ആണെങ്കിലും അതുപോലെ ആൽമണ്ട് ആണെങ്കിലും നിങ്ങൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബെനിഫിറ്റ് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും ഡയറിയ അതുപോലെ വയറിന് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഈ വിറ്റമിൻ ഇയുടെ ഭക്ഷണങ്ങൾ നമ്മൾ എടുക്കണമെന്നുള്ളത് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണ്. കാരണം അത് ഫോളോ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യാം, ചെയ്യാത്തവരും പ്രശ്നമില്ല. പക്ഷേ ചില ആളുടെ ശരീരത്തിൽ വിറ്റമിൻ ഇയുടെ അളവ് കുറവാണെങ്കിൽ ശരീരം ലക്ഷണങ്ങൾ കാണിച്ചു തരും. വിറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ ഹെയറിനും ഓവറോൾ നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിക്കും വേണ്ടിയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. ഈ വിറ്റമിൻ ഇ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാറ്റങ്ങളിലൂടെ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതിലേറ്റവും ആദ്യത്തെ ഒന്നാണ് നമ്മുടെ ഹെയർ ഫോൾ. വിറ്റമിൻ ഇ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്നത് ഹെയറുമായിട്ടാണ്. കാരണം നമ്മളിപ്പോൾ പലരും കേട്ടിട്ടുണ്ടാകും വിറ്റമിൻ ഇയുടെ സപ്ലിമെൻറ്റ്സ് ആ ഒരു മെഡിസിൻ കട്ട് ചെയ്തെടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ആ ഒരു ഹെയർ ഗ്രോത്ത് നല്ല പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വിറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലവുമായിരിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ്. നമ്മുടെ വിൻ്റർ സമയത്തല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരല്ലാതെ നമ്മുടെ സ്കിന്ന് എപ്പോഴും ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡ്രൈനെസ് ചിലപ്പോൾ ഉണ്ടാകുന്നത് ആ വിറ്റമിൻ ഇയുടെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് കൊണ്ടുമായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് വിറ്റമിൻ ഇയുടെ മെഡിസിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. വിറ്റമിൻ ഇ മെഡിസിനായിട്ട് എടുക്കുന്നവരുണ്ട്. സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വിറ്റമിൻ ഇയുടെ മെഡിസിൻ മേടിച്ച് കഴിക്കുന്ന പലരും ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു മെഡിസിൻ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് എടുക്കണമെന്നില്ല. നിങ്ങളൊരു ഡോക്ടറെ പോയി കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ മൾട്ടി വിറ്റമിൻ വേണമെന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തരും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഉൾപ്പെടുത്തിയാലും മതിയാകും. മെഡിസിൻ ഡയറക്റ്റായിട്ട് മേടിച്ച് കഴിക്കണമെന്നില്ല. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും അതല്ലാത്ത സമയത്താണെങ്കിലും ഓവർ ദ കൗണ്ടർ നിങ്ങൾ മെഡിസിൻസ് മേടിച്ച് കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 7-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം ഒരു 10-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ കഴിഞ്ഞ മാസം അതായത് മാർച്ച് 7-ാം തീയതി മുതൽ ഏപ്രിൽ 10-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കൃത്യമായിട്ട് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് കേട്ടോ. അത് പറയാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.